ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ കാര്യം ട്രൈ ഔട്ട് ചെയ്യാനാണ് ഞാനും ചേട്ടനുമാണുള്ളത്. അപ്പോൾ ആളുടെ എനിക്ക് ഒന്നാണ് സമയം കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ കുറേ നാളായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ പ്ലാൻ ചെയ്യണത്. പക്ഷേ ഇന്നാണെന്ന് സമയം കിട്ടിയത്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ജെറ്റയിലാണ് 2 ലിറ്റർ TDI മാനുവൽ 2011 മോഡലാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ച് സംസാരിക്കാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഇന്ന് ആളും ഉണ്ടാവും നമ്മുടെ ഇവിടെ ഫുൾ ടൈം. അപ്പോൾ ബാക്കി നമുക്ക് ഓരോന്നായിട്ട് പോരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിത് മാനുവലാണ് ഫസ്റ്റ് തൊട്ട് നോക്കി തുടങ്ങിയത്, ജെറ്റ് നോക്കാൻ തുടങ്ങിയത് തൊട്ട്. ഓട്ടോമാറ്റിക്കിലേക്ക് വലിയ കാര്യമായിട്ട് നോക്കാൻ പോയില്ലായിരുന്നു. കാര്യം DQ250 ആണ് ഇതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത്. സ്റ്റിൽ നമ്മൾ എടുക്കാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് നീ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവരോട്. ശരിക്കും മാനുവൽ തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിലയബിൾ ആണ്, പിന്നെ മെയിൻ്റെനൻസ് ഫ്രീ ആണ് കമ്പയർഡ് ടു ഓട്ടോമാറ്റിക് കുറച്ചുകൂടെ മെയിൻ്റെനൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റും അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് സ്യൂട്ടബിളായിട്ട് വരുന്നത് മാനുവലാണെന്ന് തോന്നി, അതുകൊണ്ടാണ് മാനുവൽ എടുത്തത്. പിന്നെ ഓട്ടോമാറ്റിക് ഭയങ്കര ഫണ്ണാണ് മാനുവലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, നല്ല രസമാണ് അത് ഓടിക്കാനൊക്കെ. പക്ഷേ കുറച്ച് മെയിൻ്റെനൻസ് അതിന് കൂടുതൽ വരുമോ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ മാനുവൽ എടുക്കാനുള്ളത്. കാരണം മാനുവൽ നല്ല രസമാണ് ഓടിക്കാനൊക്കെ. നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് പുഷ് ചെയ്യുമ്പോഴേട്ടും നല്ല രീതിയിൽ വണ്ടി പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ DST ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം DST ഷിഫ്റ്റ് ചെയ്യണത് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതിന് ഒരുപടി മുന്നെയാണ്. അത് നമ്മൾ മറ്റേ മനസ്സിൽ കാണുമ്പോൾ അത് മാനത്ത് കാണുമെന്നുള്ള രീതിയാണ് DSTയുടെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ കാര്യം തന്നെ ഇതെന്താ മെയിൻ കേസ് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് മാറ്റണ്ടെന്നൊക്കെയാണ് അത് മിക്കവരും പറഞ്ഞത്. പക്ഷേ ഇത് കറക്റ്റ് 60,000 അല്ലെങ്കിൽ 40,000 ഒക്കെ ആകുമ്പോൾ മാറ്റണം എന്ന് പറഞ്ഞു. ഇത് മുന്നത്തെ ഓണർ ഇത് മാറ്റിയിട്ടുണ്ടാവുമോ, ഇതുകൊണ്ടുള്ളൊക്കെ ഒരു പേടി കൊണ്ടാണ് മെയിനായിട്ട് അത് വേണ്ടാന്ന് വയ്ക്കാനുള്ള കാരണം. പിന്നെ DQ250 ഫെയിലിയർ ആവില്ലെന്നൊക്കെ പറയണു. പക്ഷേ ഫെയിലിയർ ആയ സിറ്റുവേഷൻസും ഉണ്ട്. ഫെയിലിയർ ആയി കഴിഞ്ഞാലും ഇപ്പോൾ പണ്ടത്തെ പോലത്തെ അവസ്ഥകളൊന്നുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ആ ഗിയർ ബോക്സ് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ. ഇപ്പോൾ അത് പണിയണ ഒത്തിരി ആളുകൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് അങ്ങനെ നോക്കിയാൽ ഒരു 70,000 രൂപയൊക്കെ ആവും തോന്നുന്നു മൊത്തം. അപ്പോൾ എൻ്റെ സ്ഥിതി അനുസരിച്ചിരിക്കും എത്ര രൂപ ആവും എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പണിതെടുക്കാൻ പറ്റും. പക്ഷേ വീണ്ടും ആ ഒരു പൈസയും കൂടെ കുറയ്ക്കാൻ നോക്കിയിട്ടാണ് നമ്മൾ ഈ മാനുവലിലേക്ക് എടുത്തത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നല്ല വണ്ടി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊരു മെയിൻ കാരണം തന്നെയാണ്. കാരണം നമ്മൾ ജെറ്റ കുറേ നോക്കിയായിരുന്നു. ഒരു നല്ല ജെറ്റ തന്നെ നല്ല വണ്ടികൾ കിട്ടാൻ നല്ല വലിയ പാടാണ്. കുറേ തപ്പിയിട്ടാണ് നമുക്ക് ഈ ഒരു വണ്ടി കിട്ടിയത്. ഇത് കാര്യം 5th ഓണർ ആയിട്ടുണ്ട് ഇപ്പം ഞാൻ. അപ്പോൾ അത് ആദ്യത്തെ 3 ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ നിന്ന് അവർ 2 പേര് ട്രാൻസ്ഫർ ചെയ്ത ആ ഒരു കഥകൾ നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയൊക്കെ അറിയാൻ പറ്റും. അർബൻ ഓട്ടോഗ്രാം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ വണ്ടി മേടിക്കാൻ പോയ കഥകളൊക്കെ പറയണേ. പിന്നെ നമുക്ക് ജെറ്റിനെ പറ്റി തന്നെ പറയാം. ജെറ്റ് എനിക്ക് തോന്നുന്നു Mark 6 ആണ് ഇത്, 6.5 വരെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ജെറ്റ് എന്നാ ഇറങ്ങിയെന്ന് ഓർക്കുണ്ടോ? അതിവിടെ ഇല്ല. Mark 1 എന്ന് പറഞ്ഞാൽ 1979 ആ ഒരു ടൈമിൽ സെയിം ഈ ഷേപ്പ് ആയിരുന്നു തോന്നുന്നു അല്ലേ? സെയിം ഈ ഒരു ഷേപ്പ് അല്ല, അത് പല സൈഡിൽ ഇത് ഇറങ്ങിയിട്ടുണ്ട്. സെഡാൻ മാത്രമല്ലെന്ന് തോന്നുന്നു. അതെ. പിന്നെ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് 2008 തോന്നുന്നു. 2008 Mark 5 ആ ഒരു ഡബിൾ ഹെഡ്ലൈറ്റ് വരുന്ന ഒരു മോഡല്. എനിക്ക് അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുറേ പേര് ആ ഒരു ലുക്കിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. എനിക്കും ഇഷ്ടമാണ്. അതിൻ്റെ ബാക്കിലത്തെ ടെയിൽ ലൈറ്റ് ഒക്കെ നല്ല രസമാണ് കാണാനൊക്കെ. നല്ല ബാക്കിലൊരു ട്വിൻ ടെയിൽ ലാമ്പ് തന്നെ വരുന്ന രീതിയിൽ ആണ് അതും വരുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് അത്. പക്ഷെ ഇതാണ് കുറച്ചും കൂടെ ഒരു ഇതും വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് സൂപ്പർ. പക്ഷേ ക്ലാസ് ലുക്ക് എന്ന് പറയുന്നത് എനിക്ക് ഇതിലാണ് തോന്നുന്നത്. അതിൽ പിന്നെ കുറച്ചുകൂടെ സെക്കൻഡ് വണ്ടി നോക്കുമ്പോൾ അതിന് റേറ്റ് വ്യത്യാസമുണ്ട്. അതിന് 1.9 ആണ് 5 സ്പീഡ്. പക്ഷേ എന്താ പറയുക, അതിലൊരു 2 ലിറ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതെന്തോ കുറച്ച് വണ്ടികളുള്ളൂ 5 സ്പീഡ് തന്നെ. അത് നീ കണ്ടിട്ടുണ്ടോ? അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഒരെണ്ണം കണ്ടത്, നേരിട്ട് കണ്ടിട്ടില്ല. 1.9 ആണ് കൂടുതലും കണ്ടേക്കണത്. പക്ഷേ അതിനകത്ത് 2 ലിറ്റർ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ അറിയുന്നത്. പിന്നെ ഈ വണ്ടി എടുക്കാൻ നേരത്താണെങ്കിലും ഞാനും വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു മാനുവലിൻ്റെ രീതിയിൽ ഡീസൽ വണ്ടികൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അറിയാൻ പറ്റും. ആ ഒരു ടോർക്ക് ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടും. അത് പക്ഷേ എന്താ പറഞ്ഞാൽ ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ അതൊരു ഈ വണ്ടിക്ക് ഒരു പെട്രോൾ വണ്ടി ഓടിക്കുന്ന ഒരു സെറ്റപ്പില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2000 RPM താഴെ പോവുകയാണെങ്കിൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് തന്നെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ വണ്ടി നോക്ക് ഓഫ് ആയി പോകാനുള്ള ഒരു ഇതുണ്ട്. ആ ഒരു ലോ എൻഡ് ടോർക്ക് ഭയങ്കരമായിട്ടൊരു മിസ്സിങ് വരുന്ന പോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പിന്നെ മിക്ക വണ്ടികളും എനിക്ക് തോന്നുന്നു ജെറ്റുള്ളവരെല്ലാം ഒരു സ്റ്റേജ് 1+ എങ്കിലും അടിച്ചിട്ടുണ്ട്. അതെ. വേറെ ഓടിച്ചോണ്ട് ഇന്നോവയായിരുന്നു. അതിൻ്റെ അകത്തൊക്കെ 2nd 3rd വരെ ഏത് ഗിയറിലും കയറി പോണ വണ്ടിയത്. അപ്പോൾ ആ ഒരു സാധനം വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഓടിക്കലും നടക്കില്ല. എനിക്ക് തോന്നുന്നു ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ് ആയിരിക്കും. മൊത്തത്തിൽ മാറില്ലെന്നാണ് ഞാനും കുറച്ച് ആൾക്കാരെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇത് 140 bhp തന്നെ.
ഇതൊരു ടൂണിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 180 പോകുന്ന പറയണേ. 180 പോവാം. അപ്പൊ ടോർക്കിലും 400 അടുത്ത് വരുമെന്ന് തോന്നുന്നു. അപ്പൊ അതൊരു ബെറ്റർ അപ്ഗ്രേഡ് തന്നെയാണ്. പിന്നെ ആ ഒരു ട്യൂണും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു അപ്ഗ്രേഡ് എന്ന് പറയുന്നത് നമുക്ക് വേറെ വണ്ടികളിലേക്ക് ചിന്തിക്കണമെങ്കിൽ പ്രീമിയം സെഗ്മെന്റിലേക്ക് പോകേണ്ടി വരും. അതാണ് ഒരു പ്രശ്നം വരുന്നത്. ഒരു മെയിൻ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി പോയി എടുക്കുന്നതെല്ലാം ഒരു പോളോ 1.5 മറ്റേ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു വെൻഡോ 1.6 1.5 റാപ്പിഡോ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞവരാണ് ഇതൊരു അപ്ഗ്രേഡ് എന്ന് പറഞ്ഞെടുക്കണം. പക്ഷെ നമ്മൾ ആദ്യം തന്നെ പോയി ഇതെടുത്തു. അപ്പോൾ എന്താ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു അഹങ്കാരമായിട്ട് പറയണമെന്നല്ല, ഇത് ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും നമ്മൾ ആദ്യം വെൻഡോയായിരുന്നു ആദ്യം നോക്കിക്കൊണ്ടിരുന്നത്. അത് 1.6 ഡീസൽ. അപ്പോൾ അതിങ്ങനെ കുറേ നോക്കി, അത് കഴിഞ്ഞിട്ട് ഒന്നും നല്ലതൊന്നും കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് ഇതൊരു ബൈ ചാൻസ് കയറി വന്നൊരു വണ്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി. ജെറ്റ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ജെറ്റ നമ്മൾ ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്ന ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു ഇതിലാണ് ഇരുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ ബൈ ചാൻസ് കയറി വന്നു. പിന്നെ നമ്മൾ ജെറ്റിനെ കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ വളരെ റിലയബിൾ ആയിട്ടുള്ള തന്നെ ഒരു വണ്ടിയാണിത്. വളരെ റിലയബിൾ ആണ്. അത് ഈ 2 ലിറ്റർ TD എഞ്ചിൻ മാത്രം. പക്ഷെ അതിൻ്റെ ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ സസ്പെൻഷൻ പാർട്സ് 1 ലക്ഷം ആകുമ്പോഴത്തേക്ക് എന്തായാലും എൻ്റെ സസ്പെൻഷൻ പാർട്സ് പോയിട്ടുണ്ടാവും. ഇത് ഫസ്റ്റ് ഇയേഴ്സ് കൊടുക്കണവൻ ഒന്നേയും സസ്പെൻഷൻ പാർട്സ് എന്തെങ്കിലും പോയവനായിരിക്കും കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ അവൻ അത് ഉപയോഗിച്ചുകൊണ്ട് നടക്കുകയുള്ളൂ. കാരണം സസ്പെൻഷൻ പാർട്സ് പുറത്ത് പണിയാൻ തന്നെ 60,000 രൂപ. പിന്നെ വെച്ചാൽ ഇതിന്റെ സസ്പെൻഷൻ പോയതാണോ എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അത് വേറൊരു കേസ്. ഷോറൂമിൽ കയറ്റി നമ്മളിത് കാണിച്ചതൊക്കെ, പക്ഷെ അവർ പറഞ്ഞാൽ പോയിട്ടില്ലെന്നാ. പിന്നെ നമുക്ക് മറ്റേ കട്ടറുള്ള വഴി കൂടെ ഓടിച്ചു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ഇത് പോയതായിരുന്നു എന്ന്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില്ലൊക്കെ താഴ്ത്തിയിട്ടിട്ട് ശരിക്കും ഓടിച്ച് അങ്ങനെയൊക്കെ നോക്കി നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഭയങ്കര സൗണ്ട് ഡാമിങ് ഇതിന് വരുന്നത്. നമ്മളൊട്ടും പുറത്തേക്കുള്ള ഒച്ച ഒന്നും കേൾക്കില്ല. നമ്മൾ ഫുള്ള് ഗ്ലാസ് എല്ലാം കയറ്റിയിട്ടിട്ട് ഇന്ന് ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല. ചെറിയ അടുപ്പൊക്കെ ആണെങ്കിലും നമുക്ക് കിട്ടണമെങ്കിൽ ഒരു മോശം റോട്ടിൽ കൂടെ പോയി കഴിഞ്ഞാലേ കിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേ കൂടെ പോയി കഴിഞ്ഞാൽ ഒട്ടും അറിയാൻ പറ്റത്തില്ല. സസ്പെൻഷൻ പോയതാണെങ്കിലും നമുക്കത് മനസ്സിലാവില്ല പോയിട്ടുണ്ടോ എന്ന് തന്നെ. ഒന്ന് ലിഫ്റ്റിലൊക്കെ കയറ്റി നോക്കിക്കഴിഞ്ഞാലൊക്കെയാണ് ശരിക്കും അറിയാൻ പറ്റുള്ളൂ. പക്ഷെ പുതിയത് മാറ്റണമെങ്കിൽ ഒരു സ്ട്രട്ടിന് 10,000 രൂപ ഉണ്ട്. ഇതിൻ്റെ സ്ട്രട്ട് മാത്രമായിരിക്കില്ല ചിലപ്പോൾ മാറ്റേണ്ടത്. അതിൻ്റെ ബാക്കി കമ്പോണൻസും കൂടെ വരുമ്പോൾ എങ്ങനെ പോലും ഒരു 60 രൂപ അടുത്തെങ്ങാണ്ട് ആവുന്നു തോന്നുന്നുണ്ട്. നമ്മളൊരു 60,000 രൂപ മുടക്കുവാണെങ്കിലും അത് വെർത്താണ്. അത് പിന്നെ അവിടെ കിടന്നോളൂ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഓടിക്കുമ്പോഴുള്ളൊരു സുഖവും കിട്ടും. അത് വേറെ കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഇവിടുത്തെ റോഡുകളുടെ ഇതാണ് ഈ പോണേൻ്റെ ഒക്കെ മെയിൻ ഒരു കേസ്. ഇപ്പോൾ നമ്മൾ മറ്റേ അശ്വിൻ അവിടെ അവൻ BMW എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, നീ അപ്പോൾ എങ്ങനെയാ? കാരണം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും കൊണ്ടുപോയി നോക്കിക്കാം. പക്ഷെ നമ്മളാരെയും കൊണ്ട് നോക്കിക്കാൻ പോയില്ല, കാരണം അറിയണവരിൻ്റെ അകത്തുള്ളവർ കുറവാണ്. അപ്പോൾ പോയി. അപ്പോൾ അവനാ പറഞ്ഞേ അവിടെ ഒരു വണ്ടിയുടെ സസ്പെൻഷൻ ഒന്നും പോകാറില്ലെന്ന്. അത് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റോഡ് കണ്ടീഷൻ തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു 10 കിലോമീറ്റർ തന്നെ നല്ല റോഡ് കിട്ടാൻ തന്നെ നല്ല പാടാണ്. പിന്നെ ഹൈവേയിലൊക്കെ കയറി കഴിഞ്ഞാലാണ് നമുക്ക് ഹൈവേ ഇപ്പോഴൊന്നും മെനയായി എന്ന് പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ഡ്രൈവിങ്ങിൽ ഒരിക്കലും നമുക്ക് നല്ല റോഡ് ഒരു സ്ട്രെച്ച് കിട്ടാൻ ഭയങ്കര പാടാണ്. എനിക്കിതിൻ്റെ 6th ഒന്നും ഒരിക്കലും ഡെയിലി ഡ്രൈവിങ്ങിലൊന്നും ഇടാൻ പോലും പറ്റാറില്ല. 5th തന്നെ ഇടുന്നത് വല്ലപ്പോഴുമാണ്. 5th കാല് കൊടുത്ത് ഓടിക്കുമ്പോഴേക്കും റോഡും ഇല്ല, പിന്നെ റോഡ് നിറച്ച് വണ്ടിയാണ്. ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിലേക്ക് ആവശ്യമില്ലാത്ത ഒരു പ്രഷറും ചെല്ലുമാണ്. വേറെ അപ്പോൾ വേഗം കൂടും. അത് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ സഹിക്കുക തന്നെ. ഈ സസ്പെൻഷൻ പണിയാനായിട്ട് ഒരു ഷോറൂമിനല്ല പുറത്താ പണിയുന്നെങ്കിലും ഒരു 60,000 രൂപ എന്തായാലും നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ അറിഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ കാര്യം തന്നെ ചെയ്തിട്ട് അവിടെ കിടന്നോളൂ കേട്ടോ. പിന്നെ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര എല്ലാവരും പറയണ്ട ഇങ്ങനെ ഒഴുകി പോണ ഒരു ഫീൽ ആയിരിക്കും പറയണ്ട ഈ വണ്ടി. അത് ശരിയാ. ഇപ്പോഴാണെങ്കിലും പോലും ഒന്നും അറിയില്ല. ഇപ്പൊ നല്ല റോഡിലാണ് പോകുന്നത്, സ്റ്റിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും മാറ്റാത്ത. പിന്നെ നമ്മൾ എല്ലാം ഈ പെർഫെക്റ്റ് ആക്കി കൊണ്ടുപോകാൻ അങ്ങനെ ചിന്തിക്കണോണ്ടാണ്. പിന്നെ നമ്മൾ ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ഇങ്ങനെ കൺസേൺഡ് ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഹമ്മിങ് നോയ്സ് വരുമ്പോഴേക്കും നമ്മളിത് എന്താന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള കണ്ടീഷനിലാണ് സസ്പെൻഷൻ നമുക്ക് വേറെ പ്രോബ്ലംസ് ആയിട്ട് തോന്നുന്നില്ല. കാരണം അത്ര സ്ട്രോങ് ആണ് ഇതിൻ്റെ കമ്പോണൻസ് എല്ലാം വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോർണർ എടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് വണ്ടി കയ്യിൽ നിന്ന് പോകുന്നതായിട്ട് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ആ ഒരു പ്രശ്നമൊന്നും തോന്നുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇത്രയും കൺസേൺഡ് ആവുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. ചെറിയൊരു റാറ്റ്ലിംഗ് സൗണ്ട് വരുമ്പോഴാണെങ്കിൽ തന്നെ നമുക്കത് മനസ്സിലാവും. അപ്പം ഇതൊന്നും എന്തായാലും സസ്പെൻഷൻ ഇപ്പോൾ എന്തായാലും ഒന്ന് ക്ലിയർ ചെയ്തിടണം വൈകാതെ തന്നെ. അപ്പം അതും കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ബെറ്റർ സ്മൂത്ത് ആവും. അതുപോലെ തന്നെ എൻ്റെ പറയാനാണ് ഈ സ്റ്റിയറിംഗ് റാക്കിൽ വരുന്ന ആ നോയ്സ്, അതൊരുമാതിരി എല്ലാ ജെറ്റയ്ക്കും ഉണ്ടെന്നാണ് ഞാനും കേൾക്കണത്. അത്
സിറാക്ക് അത് റീപ്ലേസ് ഒന്നും ചിന്തിക്കേണ്ട കേസല്ല. കാരണം പൈസയുടെ കേസ് നോക്കുമ്പോൾ അത് ലെയ്ത്തി കൊണ്ടുപോയിട്ട് എന്തോ ബുഷ് അടിപ്പിച്ചിടാൻ പറ്റുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതും ഇപ്പോൾ പ്രശ്നമില്ല, അത് പയ്യെ അത് ആ സൗണ്ടിൻ്റെ ഇത് കാണിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മിക്ക ചട്ടയ്ക്ക് ഒരു 1 ലക്ഷം കഴിയുമ്പോഴത്തേക്കും വരുന്നതാണ്. നമ്മുടെ ഇപ്പോൾ ഇതിപ്പോൾ 1.5 ഓടിയിട്ടുണ്ട്. ഈ 2 ലിറ്റർ TDI എഞ്ചിനെല്ലാം ഒരു നമ്മൾ 2 ലക്ഷം ഓടിയ വണ്ടി പോയി നോക്കിയതല്ലേ? 2 ലക്ഷം ഓടിയ വണ്ടി നോക്കി. പക്ഷെ അതാണെങ്കിൽ 2 ലക്ഷം ഓടിയിട്ടുണ്ടെങ്കിലും നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും അതിൻ്റെതായ ഒരു വേറാണ്ടേർ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാല് കൊടുക്കണമെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ചുമ്മാ പുഷ് ചെയ്യുമ്പോഴേട്ടും വണ്ടി അങ്ങ് കയറി അങ്ങ് പോവാണ്. പക്ഷെ അത് പിന്നെ അത് കംഫർട്ട് ലൈനും ആയിരുന്നു. പിന്നെ അതിന്റെ എന്താ പറയുക, ഉള്ളൊക്കെ ഭയങ്കരമായിട്ട് മുഷിഞ്ഞായിരുന്നു. അതായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു OE സ്പെക്ക് വരുന്ന സ്റ്റീരിയോ ഒന്നും ആയിരുന്നില്ല. ഇതിന്റെ കാര്യം തന്നെ വളരെ കുഞ്ഞൊരു സ്റ്റീരിയോ, അതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, പിന്നെ പെൺഡ്രൈവും കുത്താനുള്ള പറഞ്ഞ ഇതാ ഇഷ്ടം. നിനക്ക് ഏതാ ഇഷ്ടം? എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ OE സ്റ്റീരിയോ തന്നെയാണ് അതിൻ്റെ ആ ഭംഗി കൂട്ടുന്നത്. കാരണം നമ്മളിപ്പോൾ സ്ക്രീൻ വേണമെങ്കിൽ ഇപ്പോൾ വലിയൊരു 10 ഇഞ്ച് സ്ക്രീൻ വേണമെങ്കിൽ ഇതിൽ ഫിറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ എന്നാലും ആ ഒരു ഇതിൻ്റെ ഒരു ക്ലാസ് കിട്ടണമെങ്കിൽ ഈ ഒരു സ്റ്റീരിയോ തന്നെ വെക്കേണ്ടി വരും. ഞാൻ പല വണ്ടികളിലും കണ്ടിട്ടുണ്ട്, പുറത്തൊക്കെ നല്ല ഭംഗിയായിട്ട് അകത്തേക്ക് വരുമ്പോഴത്തേക്ക് ഈ സാധനം കാണുമ്പോഴത്തേക്ക് ഒരു മൂഡ് വേണം. അത് നമ്മുടെ പേഴ്സണൽ ഇതായിട്ട് നമ്മൾ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. പേഴ്സൺ ടു പേഴ്സൺ അത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിലിപ്പോൾ ടച്ച് സ്ക്രീൻ വരുന്നില്ല. എനിക്ക് തോന്നുന്ന ടച്ച് സ്ക്രീനുള്ള സെറ്റ് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതൊക്കെ സുഖമായിട്ട് അപ്ഗ്രേഡ്. ഇതിനകത്ത് മറ്റേ പസാട്ടിൻ്റെ ഒക്കെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഈ വണ്ടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് 2011 മോഡലായിട്ട് പോലും ഇതിൽ പാർക്കിംഗ് സെൻസറും എല്ലാം വരുന്ന ഇതിൽ മറ്റേ റിവേഴ്സ് ക്യാം ഇല്ലെങ്കിലും ഇത് ഉപയോഗിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അടിപൊളിയാണ്. കാരണം എന്താ ഇതിന് മുന്നേ ഉപയോഗിക്കുന്ന വണ്ടികളിലെല്ലാം ഈ പറഞ്ഞ മാതിരി ക്യാമറ ഉള്ള കാരണം എപ്പോഴും അതിലേക്ക് ഒരു ഫോക്കസ് പോയിരുന്നു. ഇത് ഇച്ചിരി നീളം കൂടിയ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അത് ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സാധനത്തിൻ്റെ അകത്തുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് സെൻസറിൻ്റെ ഇത് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ഓടിക്കാറ്. കാരണം വേറെ ഞാൻ 2 മിറർ ഉപയോഗിക്കും. ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഫ്രണ്ടിലെ ഒരു സാധനം കിട്ടും നമുക്ക് ഒടിഞ്ഞു തന്നെ അതിൻ്റെ. കാരണം ഇത്രയും നീളമുള്ളതുകൊണ്ട് അതാണ്. പിന്നെ ഇതിൻ്റെ യാത്രാസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ഈ ഫ്രണ്ട് 2 സീറ്റിലിരുന്ന് അധികം പോയിട്ടുള്ളൂ. പിന്നെ ഒരിക്കലും കണ്ടിൻ്റെ പുറയിലിരുന്ന് അത്യാവശ്യം യാത്രാസുഖമുണ്ട്. ഭയങ്കര യാത്രാസുഖം എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ഫ്രണ്ടിൽ 2 നല്ല സുഖം. ഓടിക്കുന്ന ആൾക്കും ഭയങ്കര സുഖം, ഇപ്പുറത്തിരിക്കുന്ന ആൾക്കും വലിയ കുഴപ്പമില്ല. അത് നിനക്കെന്താ തോന്നുന്നത് അതിനെപ്പറ്റി? ബാക്കിലിരുന്ന് ഞാൻ പോയിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് നല്ല സുഖം തന്നെ ഉണ്ട് അതിൽ ബാക്കിലിരിക്കുമ്പോഴാണെങ്കിലും. കുറ്റം പറയാനൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ ഒരു ബോഡി റോൾ പോലെ ഒരു ഫീലോ അങ്ങനെയൊന്നുമില്ല. നല്ല സുഖം തന്നെയാണ് ബാക്ക് സീറ്റ് ഡ്രൈവ് ആണെങ്കിലും വരുന്നത്. പിന്നെ കൂടുതൽ ഇതൊരു ഡ്രൈവേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഓടിക്കാനാണ് ഇത് ഏറ്റവും നല്ല രസം ഇത്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 2000 cc വണ്ടിയാണ് എന്ന് വെച്ചാൽ നമുക്ക് ഇതൊട്ടും മൈലേജ് കുറവെന്ന് പറയാൻ പറ്റില്ല. ഇത് ഹൈവേ കയറി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു 20 എബോവ് എന്തായാലും കിട്ടും. പിന്നെ ഡെയിലി ഞങ്ങളിപ്പോൾ ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രാഫിക്കുള്ള റോട്ടിൽ കൂടെയാണ്. അപ്പോൾ ഒരു ആവറേജ് ഒരു 14 to 15 നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഹൈവേയിൽ നമ്മൾ ക്രൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ ശരിക്കും ഇത് നല്ലൊരു മൈലേജ് വരുന്നൊരു കാർ തന്നെയാണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6th ഗിയറിൽ ഇട്ടിട്ട് ഒരു 90-100 പോയാലാണ് ഇത് കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഇത് 6th ഗിയർ ഇടാനുള്ള ഒരു സ്ഥലമല്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു 2000 RPM ഒരു 1500 താഴേക്ക് വന്നു കഴിയുമ്പോഴേക്കും ആ ഒരു കറക്റ്റ് ഗിയറിൽ അല്ലെങ്കിൽ വണ്ടിക്ക് ഒരു നോക്കിങ് സംഭവം ഉണ്ട്. ചെറിയൊരു പെട്രോൾ വണ്ടി ഓടിക്കണ പോലെയാണ്. കാരണം പെട്രോൾ വണ്ടിയിലല്ല നമ്മുടെ ബലേനോയിൽ അങ്ങനെയല്ലാന്ന് കേട്ടോ. ബലേനോയിലൊക്കെ നല്ല ടോർക്കല്ലേ. 5th ഗിയറിൽ 40 പോയാലും ആ വണ്ടി അങ്ങനെ വേറൊരു മൂഡ് തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 5th ഇപ്പോൾ 40 താഴെ പോയി കഴിഞ്ഞാൽ കാല് കൊടുത്ത് അത് വണ്ടി ഇങ്ങനെ കയറി അങ്ങ് വരുമായിരുന്നു. പക്ഷെ അതുപോലെ അല്ല ഇത്. അപ്പോൾ ഒരു 1 താഴേക്കുള്ള വണ്ടി എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ മേജർ സർവീസ് വരും. അത് ഷോറൂമിലാണ് ചെയ്യുന്നതെങ്കിലാണ് ഈ പറഞ്ഞ ഒരു 1.5 ലക്ഷം രൂപ എടുത്ത് എന്തായാലും കോസ്റ്റ് വരും. കാരണം ക്ലച്ചും ഫ്ലൈ വീലും ഒരുമിച്ചാണ് തന്നെ. ക്ലച്ചും ഫ്ലൈ വീലും മാത്രമല്ല, ടൈം ബെൽറ്റ്, വാട്ടർ പമ്പ്, ഈ വക സാധനങ്ങൾ വേറെ, അതിനെല്ലാം കൂടി എന്തായാലും നല്ലൊരു പൈസ പൊട്ടും. ഷോറൂമിൽ ചെയ്യുവാണെങ്കിൽ 2 years വാറണ്ടി ഉണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ സ്ട്രെസ് ഇല്ലാണ്ട് ഓടിച്ചുകൊണ്ട് കിടക്കാം. പക്ഷെ അത് ഈ ക്ലച്ചും ഫ്ലൈ വീലും സെയിം സംഭവം തന്നെ പുറത്ത് മാറണതിന് ഏകദേശം 60 രൂപയാണ് കോസ്റ്റ് വരുന്നത്. പക്ഷേ സെയിം ബ്രാൻഡാന്ന് എനിക്ക് തോന്നാറില്ല. എനിക്ക് കറക്റ്റ് അതിനെപ്പറ്റി അറിയില്ല ഇതിൽ ഏത് ബ്രാൻഡ് ഇടുന്നത്. ഷോറൂമിൽ ഫ്ലൈ വീലിന് തന്നെ 60,000 രൂപയാണ് പാർട്ട് കോസ്റ്റ് വരുന്നത്. പിന്നെ ലേബർ വേറെ, പിന്നെ കൂടെ കുറെ പ്രൈസ് വേറെ. ക്ലച്ചിനും ഓൾമോസ്റ്റ് ഒരു 60,000 രൂപ തന്നെ സ്പെയർ കോസ്റ്റ് വരും. അപ്പൊ തന്നെ 120 ആയല്ലോ. അപ്പോൾ ഇത് നമ്മുടെ വണ്ടിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഓണർ ഇതിന്റെ ക്ലച്ച് മാത്രമായിരുന്നു റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഫ്ലൈ വീൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ പുറത്തുനിന്ന് മാറ്റണേ ഫ്ലൈ വീല് മാത്രം ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ നോക്കിയാൽ സ്യൂട്ടാവില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ പിന്നെ എന്നാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൂടെ ഒന്നോടെ മാറ്റണം. അപ്പോൾ ആ ഷോറൂമിൽ നിന്ന് മറ്റേ ക്ലച്ച് വേസ്റ്റ് ആയി പോകും. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു,
ഫ്ലൈ വീലും തന്നെ മാറ്റി. ഫ്ലൈ വീൽ മാറ്റി. 2 കൊല്ലത്തേക്ക് വാറണ്ടി നമുക്ക് കിട്ടും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് പിന്നെ അതോടെ മാറ്റി. അപ്പോൾ ആ ഒരു കേസ് അതങ്ങനെ. പിന്നെ ഈ പറഞ്ഞൊരു ടൈം ബെൽറ്റ്, വാട്ടർ പമ്പ്, പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കുറേ സാധനങ്ങൾ അതിൻ്റെ കൂടെ തന്നെ മാറ്റാനുണ്ട്. ഈ സസ്പെൻഷനും ഏകദേശം ഒരു 1 ലക്ഷം കഴിഞ്ഞ വണ്ടികളിൽ പോയി കാണാറുണ്ട്. കാരണം ഈ കേരളത്തിൽ ഓടിക്കണ ഇവിടെയുള്ള വണ്ടികൾ ഓടിക്കുമ്പോഴത്തേക്ക് അത് പോകാൻ നല്ല ചാൻസുകളുണ്ട്. അപ്പോൾ ഒരു 90,000 അല്ലെങ്കിൽ 80,000 ഒക്കെ ഓടിക്കുന്ന വണ്ടിയിൽ കുറച്ചുകൂടെ എന്തൊക്കെ ഈ ഒരു കോസ്റ്റ് കണ്ടുകൊണ്ട് വേണം എടുക്കാൻ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സിയുടെ കമ്പോണൻസ് ആണ്. എ സിയുടെ നല്ല പൈസ വരും. എ സിയുടെ കംപ്രസറിന് നല്ല റേറ്റ് ഉണ്ട്. കാരണം ഇതിന്റെ കണ്ട് മുന്നേ ഷോറൂമിൽ മാറ്റിയതെങ്ങാണ്ടായിരുന്നു. ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ എ സിയുടെ കംപ്രസർ റീപ്ലേസ്ഡ് ആയിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെയാണ് നമ്മൾ ഈ വണ്ടി എടുക്കാൻ കാരണം. കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പീരിയോഡിക്കലി ഷോറൂമിൽ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു യൂസ്ഡ് ജർമ്മൻ എടുക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ഇൻസ്പെക്ഷൻ എപ്പോഴും ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ ഷോറൂമിൽ മാറ്റിയിട്ടുണ്ടെന്ന് നോക്കണം. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത് ചോദിക്കാൻ നമ്മൾ അർഹത, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമുക്ക് ചോദിക്കാം. കാരണം ഈ സാധനത്തിന് അത്യാവശ്യം കോസ്റ്റ് വരുന്നത്. ചുമ്മാ കച്ചവടക്കാരുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് അവർ ഇങ്ങനെ പല സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട് ദേഷ്യപ്പെടണം, എൻ്റെ ഇത് മാറ്റിയിട്ടുണ്ടോ അത് മാറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ. അപ്പോൾ അതൊരിക്കലും നമ്മളാണ് നമ്മുടെ പൈസ കൊടുത്താൽ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, അതിനെല്ലാം നമ്മുടെ ഒരു പ്രൂഫ് ഉണ്ടാവണം. ഒരു മാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അതിന് പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. കാരണം ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ കയ്യിൽ നിന്നുള്ള പൈസ പൊട്ടണ ഒരു സാധനം തന്നെയാവും. പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ട് വന്നു. വണ്ടി എടുത്ത് പിറ്റേ ദിവസം തന്നെ ഈ വണ്ടി സ്റ്റാർട്ടാവാണ്ട് വന്നു. അതെന്താ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇഗ്നീഷ്യൻ സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പോണൻ്റ് ഉണ്ട്. അത് നമ്മുടെ കീ ഇടുന്ന ഒരു ഭാഗത്ത് വരുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ അത് ലോക്കായിപ്പോയി. അത് മോസ്റ്റ്ലി അങ്ങനെ വരുന്നതല്ല, പക്ഷേ ഒരു കാലപ്പഴക്കം കൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻഡോയില് പോളോയിലൊക്കെ ഇത് പോവാറുണ്ട്. പക്ഷെ അത് പോയി കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് ചോദിച്ചപ്പോൾ റിപ്പയർ ചെയ്യാൻ തന്നെ 7,000, 8,000 ആ റേഞ്ചാണ് പറഞ്ഞത്. പുതിയതിന് 12,000 രൂപ ഉള്ളൂ. പിന്നെ എന്നെ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോറൂമിൽ ഏത് പാർട്ട് മാറിയാലും 2 കൊല്ലം വാറണ്ടി ഉണ്ടാവും. പിന്നെ എന്തായാലും നമ്മൾ ആ ഷോറൂമിൽ കയറ്റി തന്നെ അതും മാറ്റി കളഞ്ഞു. അപ്പോൾ പിന്നെ അന്ന് നമ്മൾ ബ്രേക്ക് പാഡ് മാറ്റി. 6,500, 7,000 കണ്ട് വരണമെന്ന് തോന്നുന്നു ബ്രേക്ക് പാഡ്. പിന്നെ ഇതിൻ്റെ ഈ ജർമ്മൻ വണ്ടിയുടെ ഏറ്റവും പോകുന്ന സാധനമാണ് ABS സെൻസർ. അത് ഒരിക്കലും നമ്മുടെ ഇതിൻ്റെ പോയായിരുന്നു. അതെല്ലാവരും പറയണം. നമ്മൾ കുറേ കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് ഈ മഴയത്തൊക്കെ മറ്റേ വെള്ളം തെറിപ്പിച്ച് ഓടിക്കുക, അതുപോലെ ഈ വണ്ടി കഴുകി കഴിഞ്ഞിട്ട് അത് മൊത്തം എന്താ ഡ്രൈ ആവാണ്ട് കയറ്റിയിടുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ABS സെൻസർ പോണേ. അതുപോലെ ഇതിൻ്റെ വേറൊരു സാധനമുണ്ട്, ABS കൺട്രോൾ മൊഡ്യൂൾ എന്ന് പറഞ്ഞ സാധനം. അതിന് ഒറിജിനലിൻ്റെ വില 1.30 എങ്ങാണ്ടാണ് ഷോറൂമിൽ. അത് യൂസ്ഡ് തന്നെ എങ്ങാണ്ട് 35 രൂപ വിലയുണ്ടെന്ന് തോന്നുന്നു. ഒട്ടുമിക്ക എന്താ പറയണേ, നമ്മളിങ്ങനെ കുറേ യൂട്യൂബ് വീഡിയോ കാണുമ്പോഴാണ് ഈ വണ്ടി. പിന്നെ ഇതൊരിക്കലും ഇതിന് കംപ്ലൈൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് ഇറങ്ങിയപ്പോൾ എങ്ങാണ്ട് 25 ലക്ഷം രൂപ വിലയുണ്ടാകുന്നു. ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ നോക്കണം ഇതിന്റെ പാർട്സ്. ചുമ്മാ തന്നെ ഞാനിത് പറയുമ്പോൾ ഇവൻ ഇങ്ങനെ ഇത് പറയണേത് ആൾക്കാർ വിചാരിക്കും. പക്ഷേ എന്താ പറയണേ, അത് വെച്ച് കമ്പയർ ചെയ്യണം. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു കോസ്റ്റ് അല്ല, പെർസെൻറ്റേജ് വൈസ് തിങ്ക് ചെയ്യുവാണെങ്കിൽ. കാരണം അതിനുള്ള മുതലുണ്ടത്. അത് ശരിയാ. നമ്മൾ ഫ്ലോർ ചെയ്ത് ഓടിക്കുമ്പോൾ വണ്ടി അങ്ങ് പറന്നങ്ങ് പോകും. ഒരു 100-140 പോയാലൊന്നും അറിയൊന്നുമില്ല നമ്മൾ എങ്ങനെ കാണിച്ചു നോക്കിയാലും. ഞാനും തന്നെ ഇന്നാളത് പോയി കഴിഞ്ഞപ്പോൾ 140 മീറ്ററിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് അത്ര നല്ലതല്ല അങ്ങനെ. പക്ഷേ സ്റ്റിൽ ആ വണ്ടി ബ്രേക്കിങ്ങും പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലേക്കാണെങ്കിലും നമ്മളിത് സ്റ്റേജ് ഓൺ ചെയ്യുവാണെങ്കിലും കുറേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. കാരണം ഈ പറഞ്ഞ ഒക്ടാവിയയുടെ 320 ഇതങ്ങനെ 280 mm ആണെന്ന് തോന്നുന്നു തന്നെ. അപ്പോൾ അതിലേക്ക് 320 mm ഒക്കെ ബ്രേക്ക് ഇട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഈ ജർമ്മൻ വണ്ടികളിൽ. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ സാധനങ്ങൾ സ്വാപ്പ് ചെയ്ത് കയറ്റി. പിന്നെ പസാട്ടിൻ്റെ കുറേ സാധനങ്ങൾ ഇതിലേക്ക് ആക്കാമെന്ന് പറയണു. പസാട്ടിലും സെയിം 2 ലിറ്റർ എഞ്ചിൻ തന്നെ വരുന്നത്, പക്ഷേ ടർബോ വ്യത്യാസമുണ്ട്. CR 170 ടർബോയാ. പസാട്ടിലേക്ക് വരുമ്പോൾ 174 എങ്ങാണ്ടുണ്ട്. ഇത് 140 ആണ് വരുന്ന സ്റ്റോക്കിൽ. പിന്നെ നമുക്കുള്ളൊരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ വണ്ടി എടുക്കണതിനെ പറ്റിയായിരുന്നു അന്ന്. അപ്പോൾ ഒരു 5 കൊല്ലത്തേക്ക് പറഞ്ഞ വാറണ്ടി കിട്ടുള്ളൂ. പക്ഷെ പുതിയ വണ്ടി ചിന്തിച്ചപ്പോൾ എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞൊരു വെർട്ടസ് ആയിരുന്നു. പക്ഷെ വെർട്ടസ് 1 ലിറ്ററിലെങ്ങാണ്ട് മറ്റേ ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനോട് എനിക്ക് അത്രയും താല്പര്യം ഉണ്ടാകുന്നില്ല. ടോർക്ക് കൺവെർട്ടർ കാരണം അത്ര ഇഷ്ടം ഉണ്ടാകുന്നില്ല. പക്ഷേ ആ 1 ലിറ്റർ TSI ഭയങ്കര അടിപൊളിയാണ്. അവരുടെ പോളോ GT-ലൊക്കെ ഈ 1 ലിറ്റർ TSI തന്നെയല്ലേ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ ഇതിൽ ഈ പറഞ്ഞ ടോർക്ക് കൺവെർട്ടറാണ് വരുന്നത്. അതുപോലെ തന്നെ എന്താ കാര്യം 1 ലിറ്റർ TSI അടിപൊളിയാണ്. പക്ഷേ ഗിയർ ബോക്സ് മാറുമ്പോഴേക്ക് ആ വ്യത്യാസം ശരിക്കും മനസ്സിലാവും. കാരണം പോളോയൊക്കെ ഓടിക്കുക, GT-ലൊക്കെ ഓടിക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് DQ2 കൊണ്ടിടാം. പിന്നെ വെർച്ചസ് 1.5 എടുക്കണം. പക്ഷെ അതന്നേരം ബഡ്ജറ്റ് കുറച്ച് 23 ലക്ഷത്തിലേക്ക് ആ റേഞ്ചിലേക്ക് പോകും. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അത്രയും ബഡ്ജറ്റ് ഉള്ളവരാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായമായിട്ട്, എൻ്റെ മാത്രം പേഴ്സണൽ, ഒരു 6 ലക്ഷം രൂപയ്ക്കൊക്കെ നല്ലൊരു 14 മോഡലൊക്കെ ജെറ്റ് കിട്ടുമെന്ന് തോന്നുന്നു അല്ലേ? 6 ലക്ഷം ആ റേഞ്ച് ഉണ്ട്. മാർക്കറ്റ് പ്രൈസ് നോക്കുമ്പോൾ 6 ലക്ഷം രൂപയ്ക്ക് എടുത്തുന്ന് വെച്ചോ. അതിൻ്റെ അകത്തേക്ക് ഒരു സ്റ്റേജ് ഓൺ പ്ലസ് ചെയ്തു. സ്റ്റേജ് ഓൺ പ്ലസ് ചെയ്ത കാര്യം 150 HP. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആവില്ല.
കാരണം അത് കണ്ട് 150 ഹോഴ്സ് പവർ ആണെന്ന് തോന്നുന്നു വിർട്ടസ് തന്നെ. പക്ഷേ അതൊരിടയ്ക്ക് ഒരു ഭയങ്കര ഇങ്ങനെ നമ്മുടെ ഗ്രാമത്തിൽ കാണുന്നുണ്ടായിരുന്നു, വിർട്ടസിന് ഇതിൻ്റെ അത്രയും ബോഡി ക്വാളിറ്റി ഇല്ലെന്നൊക്കെ. ജെറ്റയുടെ അത്രയും അത് നമുക്ക് അറിയില്ല. എനിക്ക് ഇതുവരെ വിർട്ടസ് മര്യാദയ്ക്ക് ഓടിക്കാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ ഒരു കസിന് ഇപ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞാൽ വിർട്ടസിൽ പറഞ്ഞാൽ ഒരു 150 HP വന്നേന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 1.5 DQ200 അല്ലേ അതിലും വരുന്നത്. DQ200 250 വരുന്നില്ല. DQ200 ഇച്ചിരി പ്രശ്നക്കാരനാണെന്നാണ് പറയണേ. അതൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അത്രയും ബഡ്ജറ്റ് തന്നെ ഇല്ല, അത് വേറെ കേസ്. അപ്പോൾ അതാണ് മെയിൻ കേസ്. അപ്പം ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു മൈൻഡും കൂടെ വേണ്ട. എനിക്ക് തോന്നുന്നു കുറേ ആളുകൾക്കൊക്കെ അങ്ങനത്തെ ഒരു സംഭവം അത് ഡിപ്പെൻഡ്സ് പേഴ്സൺ ടു പേഴ്സൺ. ഞാനാണ് ഒരു പഴയ വണ്ടി എടുത്തിട്ട് പണിത് റെഡിയാക്കാനുള്ള മൂടാണ് ഞാൻ. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു കാർ എടുത്തിട്ട് പോയിന്റ് A to B പോകുന്ന ആളാണെങ്കിൽ ഇതൊന്നും പറ്റത്തില്ല, ഇതൊന്നും ആപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ പറയാം നേരെ പോയി Stage 1+ ചെയ്യും. ഏതെങ്കിലും RBR അല്ലെങ്കിൽ അവിടെ നിന്നായിരിക്കും മിക്കവാറും ചെയ്യണം. കാരണം നമ്മുടെ Fortuner അവിടെ നല്ല ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് പോയിട്ടൊരു Stage 1+ അടിച്ച് കഴിഞ്ഞാൽ 150 ഹോഴ്സ് പവർ എന്തായാലും കിട്ടിയിരിക്കുന്നുണ്ടായി. ധാരാളമൊന്നുമല്ല, 140 തന്നെ ധാരാളമാണ്. 150 അത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോർക്കോണേയും കൂടി കിട്ടി കഴിയുമ്പോൾ നല്ല രസമായിരിക്കും, ലോന്റെ മാറി കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു മിഡ് കഴിഞ്ഞിട്ടൊരു അത്ര അടിപൊളിയല്ല. അടിപൊളിയല്ലെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ വേറെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ രസമാവും. അപ്പോൾ അത് ഞാൻ ചെയ്യും. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഒരു 10-30 അടുത്താവുമായിരിക്കും. പിന്നെ ബ്രേക്സ് അപ്ഗ്രേഡ് ചെയ്യാം. അത് എത്രയാന്ന് കറക്റ്റ് എനിക്കറിയില്ല. അതിനൊരു 10-40 രൂപ കൂട്ടിക്കോ മൊത്തം. പിന്നെ ഒന്ന് സ്റ്റാൻഡ്സ് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡോക്ടർ നാനോട് സസ്പെൻഷൻ ചെയ്യാൻ ഞാൻ അന്വേഷിച്ചപ്പോൾ 50 രൂപ താഴെ അതും തീർന്നു. അപ്പം തന്നെ എത്രയും 50, 30, 80 ഒരു 1.10 അത് തീർന്നു. അപ്പോഴത്തേക്ക് ഏകദേശം എല്ലാം ഇത് തീർന്നു. പിന്നെ ക്ലച്ചും ഫ്ലൈ വീലൊക്കെ ചെയ്തത് മാറ്റിയതായിരിക്കണം, എന്നാലും ഈ ടൂണിൻ്റെ പുറകെയൊക്കെ പോകാൻ പോളൂ. അപ്പോൾ അതെല്ലാം നിങ്ങളൊരു ഒരു 3 രൂപ മൊത്തം മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാം തീർക്കാൻ പറ്റേ. പിന്നെ ഇല്ലേ 3 രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് റിസർവ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വണ്ടി ഫുൾ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 6 രൂപ എടുത്തിട്ട് ഒരു 9 രൂപ ഈ വണ്ടി കൊണ്ടിറങ്ങി കഴിഞ്ഞാൽ ഒരുമാതിരി കരയുള്ള വണ്ടിയിലൊക്കെ പിടിക്കാം. അത് ശരിയാ, സ്ലീപ്പറാക്കി കൊണ്ടു നടക്കാം. ട്യൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാഡ്ജ് തൊട്ടിക്കരുത്, ചെന്നിട്ട് ഒറ്റപ്പെടാം. പിന്നെ വേണമെങ്കിൽ അടുത്ത സ്റ്റേജ് 2 ഒരു ഡൗൺ പൈപ്പ് ചെയ്യുക. ഇതിന് മറ്റേ ടർബോ നേരെ CR 170 ടർബോ സ്വാപ്പാം. അപ്പോൾ അത് മാറ്റാം. അതൊക്കെ മാറ്റി 200 HP 500 എണ്ണം ടോർക്കൊക്കെ കണ്ടിട്ടുണ്ട്. 500 എണ്ണം ടോർക്കൊക്കെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഞാൻ അറിയിക്കണം. ടോർക്ക് മോൺസ്റ്റർ എന്നൊക്കെ പറഞ്ഞൊരു സെറ്റപ്പിലേക്ക് ആയിരിക്കും. അപ്പോൾ അതും കൂടെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് തോന്നണില്ല. അപ്പോൾ ഈ വിർട്ടസിനെയൊക്കെ വിർട്ടസ് അല്ല, പിന്നെ അതിൻ്റെ മുകളിലേക്ക് പിടിക്കണമെങ്കിൽ അടുത്തൊരു ലെവലിലേക്ക് പോകണം പിടിക്കണമെങ്കിൽ, അല്ലേ? അത് ശരിയാ. ബാക്കിയെല്ലാം നമുക്ക് റോഡിലുള്ള വണ്ടീനെ എല്ലാം പിടിക്കാം, അതൊരു സുഖമാണ്. അപ്പോൾ ഈ പറഞ്ഞാൽ കൊറോളയാണെങ്കിലും നമ്മൾ നോക്കി. പിന്നെ പക്ഷേ എൻ്റെ മനസ്സിലുള്ളിൻ്റെ ഉള്ളിൽ ജർമ്മൻ തന്നെ വേണമെന്നുണ്ടായിരുന്നു. ഞാൻ മറ്റേ ഒക്ടാവിയ തുടങ്ങി നോക്കി പോയി. പിന്നെ ഞാൻ ഓർത്ത് ഈ ഒക്ടാവിയയിലും ഒരു കേസ് ഞാൻ പറയാം. ഈ വണ്ടികളിലെല്ലാം ഏകദേശം പണികൾ വരും. അത് ഫസ്റ്റ് കേസ് നമ്മൾ ഓർത്തോണ്ട് വേണം തന്നെ എടുക്കാൻ. കാരണം ഇതിന് ഇടയ്ക്കിടയ്ക്കുള്ളൊരു മെയിൻ്റനൻസ് അത്യാവശ്യം തന്നെയാണ്, അല്ലേ? പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് തന്നെയാണ് ഇതിന് ഏറ്റവും വേണ്ടത്. നമ്മൾ പണി വന്നു കഴിഞ്ഞിട്ട് ചെയ്യാൻ നിൽക്കണ്ട, അതിന് മുന്നേ ചെറിയ എന്തെങ്കിലും കാര്യം പോയിട്ടും സെൻസിറ്റീവ് പറഞ്ഞു കുറച്ചുകൂടെ. എന്തെങ്കിലും ചെറുതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് വിടുക. അത് വെച്ചോണ്ടിരിക്കാൻ നിൽക്കരുത്. അത് വെച്ചോണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് വലിയ പണിയാണ് വരുന്നത്. പിന്നെ ഈ വണ്ടി മേടിച്ച പിന്നെ നമ്മൾ ഒരിക്കൽ പോലും ഇതിന്റെ ഫ്യൂവല് താഴ്ത്തി ഓടിച്ചിട്ടില്ല. അത് പൈസ ഉള്ളതുകൊണ്ടല്ല, പേടിച്ചിട്ടാ. കാരണം ഇതിന്റെ ഫ്യൂൽ സിസ്റ്റം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം കണ്ടൊരു 1.5 ലക്ഷം രൂപ എടുത്ത് വരുമെന്ന് പറഞ്ഞാൽ മാറ്റാൻ. അപ്പോൾ അത് മാറ്റാൻ പറ്റില്ലാത്തതുകൊണ്ട് എപ്പോഴും ഫുൾ ടാങ്ക് അടിച്ച് കൊണ്ടു നടക്കും. അപ്പോൾ എൻ്റെ ഒരു മനസ്സിലെന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ ഓടിക്കണ വണ്ടിയാണ്, നമ്മൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഫുൾ ടാങ്ക് അല്ല, ഹാഫ് ടാങ്ക് അടിച്ചിട്ട് ഓരോ വട്ടം പോകുമ്പോഴും ഒരു 300-400 വെച്ചിട്ട് അടിക്കുകയാണെങ്കിൽ അത് എപ്പോഴും ആ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കാണുന്നാൽ മതി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ലോ ആക്കി കാണുന്ന ഓടിക്കുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം മെയിൻ കമ്പോണൻസ് എല്ലാം പോയി എൻ്റെ സിസ്റ്റം തന്നെ മൊത്തം പോവുക. അപ്പോൾ പിന്നെ അത് ഭയങ്കര കോസ്റ്റിലേക്കാവും. അതിലും ഭേദം നമ്മളിങ്ങനെ കറക്റ്റ് ഫ്യൂവൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ വണ്ടിക്കും കുഴപ്പമില്ല, നമ്മുടെയും പൈസ അധികം പോകത്തില്ല. പിന്നെ ഇതൊരു ഡെയിലി ഡ്രൈവർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണെന്ന് പറയാം. പക്ഷേ എങ്ങനെയാ കേരളത്തിൽ ഈ റോട്ടിൽ കൂടെ ഇതൊരു ഡെയിലി ഡ്രൈവറാണ്. ഞങ്ങളുടെ സ്ഥലം വരുന്ന മൂവാറ്റുപുഴ, ഇവിടെ ഇത് ഒരിക്കലും ഡെയിലി ഡ്രൈവറല്ല. നീ ഇതെന്ത് ഉദ്ദേശിച്ചില്ല പറഞ്ഞേ? വേറെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഡെയിലി ഡ്രൈവറാ. പക്ഷേ ഈ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ആ ഒരു നേരവും ഈ ഫസ്റ്റിൽ നിന്നും ഇതിലേക്കുമായി അത് ചൂടാവണത് അതിന് ഭയങ്കര പ്രശ്നമാണ്, കംപ്ലൈന്റ് ആവും. പിന്നെ ഇതും നിങ്ങൾക്ക് ഈ മൂവാറ്റുപുഴയിൽ നിന്നും ടൗണിലേക്ക് ഇത് എടുത്തുകൊണ്ട് ഓടിക്കുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നേരം ഡൗൺ ചെയ്ത് കൊടുക്കേണ്ട ഒരു സാധനമുണ്ട്.
ഫസ്റ്റ് തന്നെ അങ്ങനെ ചെറിയ സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ. സെക്കൻഡിൽ കുറച്ച് പാടാ ഓടിക്കണേ, അല്ലെ ഇച്ചിരി ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ സെക്കൻഡിൽ കയറി പോരുള്ളൂ. ഫസ്റ്റ് കൊടുക്കേണ്ടി വരും നന്നായിട്ട്. മോസ്റ്റ് കേസസിലും ഫസ്റ്റ് തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ ഡെയിലി ഡ്രൈവർ ആണെന്ന് വെച്ചാൽ ഡെയിലി ഇത് ഓടിക്കണം. അത് അതാ ഒരു കാര്യം പറഞ്ഞ ഡെയിലി ഡ്രൈവർ അത് അങ്ങനെ നോക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊസസീവ് വണ്ടിയാണെന്ന് ഞാൻ പറയും. ഒരു പൊസസീവ് ഗേൾഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഗേൾഫ്രണ്ട് ഉള്ള അപ്പോൾ എന്താ പറയുക, ഇതിനെന്നും നിങ്ങൾ ഒരു ദിവസം പോലും ഇതിനെ എടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാണ്ടല്ലോ ഇത് പണി തരും. ഇത് മറ്റേ ആഴ്ചയിൽ നിങ്ങൾ ഒരു ദിവസമൊക്കെ എടുക്കണമെങ്കിൽ ഇതിന് എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ കമ്പോണൻസ് പോവാൻ ചാൻസസ് കൂടുതലാണ്. ഇത് എന്നും എടുത്ത് ഓടിക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലത്. കാരണം എന്നും ഓടിക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളില്ല. ഡെയിലി ഒരു 10-15 കിലോമീറ്റർ അത്യാവശ്യം ഫ്ലോർ ചെയ്ത് തന്നെ ഓടിക്കുക. EGR അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ വണ്ടി നിന്നു എന്നാണ്. അങ്ങനെ നിന്നുപോയ കേസുകളൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഭയങ്കര പ്രശ്നമാണെന്ന് പറയേണ്ടത് ഇതിന്. EGR ഈ കാർബൺ ഡെപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ ഇടയ്ക്കെങ്കിലും ഒന്ന് ഫ്ലോർ ചെയ്ത് ഓടിക്കണം, ഒരു 4th-ലോ 5th. അതിനുള്ള റോഡ് ഇവിടെ ഇല്ല. അത് ഫസ്റ്റ് കേസ് വല്ല രാത്രി ഇറങ്ങി ഓടിക്കേണ്ടി വരും. വണ്ടി ഓടിക്കാൻ വേണ്ടി രാത്രി എഴുന്നേറ്റിരുന്ന് അങ്ങനെയൊക്കെ പോകണ്ട. നമ്മൾ ചിലപ്പോൾ അങ്ങനെ പോകാറുണ്ട്. കാരണം ചില ദിവസങ്ങളിൽ ഇത് എടുക്കാൻ പറ്റാണ്ട് വരുമ്പോൾ ആ ഒരു പേടിയുള്ളത് കൊണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, പേടി കൊണ്ടല്ലാണ്ട് മറ്റേ കയ്യിൽ പൈസ ഉണ്ടായിരുന്നിട്ടോ അല്ലെങ്കിൽ നമുക്ക് അത്രയും ഇതുണ്ടായിട്ടതല്ല. ഇത് ഓടിക്കാണ്ടിരിക്കുന്നത് കൊള്ളില്ല എന്നാണ് എപ്പോഴും പറഞ്ഞത്. ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഓടണ രീതിയിലേക്ക് ഓടിക്കണം എന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇടയ്ക്കെടുത്ത് രാത്രി ഒന്ന് കാലുകൊടുത്ത് ഓടിക്കാറുണ്ട്. പിന്നെ ഇതൊരു ട്യൂണിങ് പൊട്ടൻഷ്യൽ ഒത്തിരി ഉള്ളൊരു വണ്ടിയാണ്. നമുക്ക് ഏത് രീതിയിലും നമുക്കിത് ട്യൂൺ ചെയ്ത് ശരിയാണ്. കാരണം ഒരു ഞാൻ പറഞ്ഞില്ലേ സ്റ്റേജ് 1 പ്ലസ് തന്നെ 150 HP ആവുമെന്ന് പറഞ്ഞാൽ ചില ഡൂണേഴ്സും കണ്ട് സ്റ്റേജ് 1 തന്നെ 200 HP കൊടുക്കണവരുണ്ടെന്ന് പറയണു. അതിനെപ്പറ്റി പക്ഷേ കറക്റ്റ് അറിയില്ല. എന്തായാലും 150-170 എന്തായാലും കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ സ്റ്റേജ് 2 അപ്ഗ്രേഡ്, സ്റ്റേജ് 3 ചെയ്ത വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞാൽ അത് ഈ എൻജിൻ താങ്ങുന്നതാണ് ഭയങ്കര. എനിക്ക് തോന്നിയേക്കണ ഈ എൻജിൻ ബ്ലോക്ക് ഭയങ്കരമായിട്ട് താങ്ങുമെന്നുള്ള ഒരു സംഭവം. അത് മിക്ക സ്കോഡയും വോക്സ്വാഗനും ഒക്കെ അതേലും എത്ര ടോൺ ചെയ്താലും അങ്ങനെ പോകണം കണ്ടിട്ടില്ല സ്റ്റേജ് 1 ഒന്നും ചെയ്തു എന്ന് വെച്ചിട്ട്. കാരണം 2.5 ലക്ഷം ഓടിയ വണ്ടികളൊക്കെ ഉണ്ട് സ്റ്റേജ് 1 ചെയ്ത് ഓടണതൊക്കെ. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇങ്ങനൊരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കും ഏകദേശം ലൈറ്റിംഗ് എല്ലാം പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയി വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ നമുക്ക് അടുത്തത് ഏതെങ്കിലും വേറൊരു വണ്ടിയായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.